പരിശുദ്ധ ഇസ്ലാമിൽ പിൽക്കാലത്തുണ്ടാകുന്ന അവാന്തര വിഭാഗങ്ങളും ഭിന്നതകളും അപ്രതീക്ഷിതമായ സംഭവങ്ങളെയല്ല. സാദിഖുൽ മസ്ദൂഖ്, സത്യസന്ധമായി വഹയിന്റെ ജിഹയോടുകൂടെ മാത്രം സംസാരിച്ചാൽ ജവാമിഉൽ കലിം, സാരസമ്പൂർണമായ വചനസിദ്ധി എനിക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് കൃത്യമായി പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇസ്ലാമിൽ പിൽക്കാലത്ത് വരുന്ന അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചും ഭിന്നതകളെക്കുറിച്ചും അത്തരം സന്ദർഭങ്ങൾ വിശ്വാസി പാലിക്കേണ്ട നയസമീപനങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഘടന പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ, ബിദ്അത്തുകാരോ ഷീസം പോലെയുള്ള പ്രസ്ഥാനക്കാരോ രൂപപ്പെടുമ്പോൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയുടെ പ്രമാണമായിട്ടാണ് അത് വരിക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേ ഇതൊക്കെ പ്രഖ്യാപിച്ചതാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ബനൂ ഇസ്രായേലരെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, 72 വിഭാഗമായിരുന്നു അവർ. പ്രധാന വിഭാഗങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരിൽ തന്നെയുള്ള ഉൾപ്പിരിവുകളിലേക്ക് പോയാൽ കുറെ വിഭാഗം വേറെ ഉണ്ടാവും. മുസ്ലിങ്ങളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 73 അങ്ങനെ തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെ ഉപവകുപ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നമാണ്. അവർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്ത് എന്നുള്ളതൊക്കെ സൂക്ഷ്മമായ അന്വേഷണത്തിലും പഠനത്തിലേ ബോധ്യപ്പെടുള്ളൂ. എന്നാലും വിവിധങ്ങളായ ഗ്രൂപ്പുകളും ഗ്രൂപ്പാന്തര ഗ്രൂപ്പുകളും അവരിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ചാൽ തന്നെ പൊതുവായി വളരെ മൗലികമായ 73 പ്രസ്ഥാനമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾ മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചു. അത് ഏകദേശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഭരണത്തിന്റെ മുന്നേ മുതൽ തന്നെ തുടങ്ങി ഖവാരിജുകളൊക്കെ. പിന്നെ അലിയാരുടെ കാലത്താണ് അവർ ശക്തി പ്രാപിച്ചു വരുന്നത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധി പ്രസ്താവം നടത്തേണ്ടത് അള്ളാഹു മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ വിധി പ്രസ്താവത്തിന് മനുഷ്യരെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അത് ശിർക്കാണ്, ബിദ്അത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഖവാരിജുകൾ വന്നു. പുതിയ കാലത്ത് മറ്റു ചിലർ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. കോടതി താഗൂത്താണെന്നും ജനാധിപത്യം താഗൂത്താണെന്നും ജനാധിപത്യ മാർഗത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കുചേരുന്നത് ശിർക്കൻ ഭരണകൂടത്തെ സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നും, അതെല്ലാം അള്ളാഹുവിനെ വിധി നടത്താൻ പാടുള്ളൂ എന്ന ദീനിന്റെ നിയമത്തിന് വിരുദ്ധമാകയാൽ ശിർക്കും ബിദ്അത്തുമാണെന്നും, ജനാധിപത്യ രീതിയിലുള്ള വോട്ട് സംവിധാനത്തിൽ കോടതികളിൽ, നിയമസഭയിൽ, രാജ്യസഭയിൽ, ലോകസഭയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് താഗൂത്തി ഭരണത്തിനുള്ള സഹായമായതുകൊണ്ട് ദീനിൽ നിന്ന് പുറത്താകുമെന്നൊക്കെ പ്രഖ്യാപിച്ച് പിന്നീട് അടപടലം മാറി ഇപ്പോ ജാള്യങ്ങളെല്ലാം കൂടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിശുദ്ധ ദീനിന്റെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, അവരുടെ പേരുകളും അവരുടെ പുതിയ കാല രീതികളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ അന്ന് ഖവാരിജുകൾ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിലെ സംഘടിത ഒന്നാമത്തെ ബിദ്അത്തുകാരും ദീനി വിരുദ്ധരുമായ പ്രസ്ഥാനക്കാരുടെ രീതി തന്നെയായിരുന്നു അത്. അവർക്ക് ശേഷം ഏറ്റവും കൂടുതലായി സമൂഹത്തെ സ്വാധീനിച്ച ഒരു വിഭാഗമാണ് ഷിയകൾ. ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ 15% അവർ വരുമെന്നാണ് കണക്ക്. ഇറാൻ, ഇറാഖ്, ജോർദാൻ പോലെയുള്ള മേഖലകളിൽ വ്യാപകമായി അവരുണ്ട്. ഇറാഖിലെ ഭൂരിപക്ഷം ജനങ്ങളും ഷിയാക്കളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലടക്കം ആഫ്രിക്കൻ നാടുകളിലൊക്കെ അങ്ങിങ് അവർ കാണുന്നുണ്ട്. എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ പ്രശ്നങ്ങളും പിൽക്കാലത്ത് മുൽക്കുന്ന കൊലവും എന്ന് വെച്ചാൽ അക്രമകാരികളാവുന്ന ഭരണാധികാരികളും ഒക്കെ വരുമെന്നും സമൂഹം വിവിധ ചേരികളിലായി മാറുമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? ആ സന്ദർഭം വരാനിരിക്കുന്നതാണ്. അതേക്കുറിച്ച് അറിയാതെ ഇത്തരം വികല പാർട്ടികളിൽ വിശ്വാസികൾ പെട്ടുപോകരുതെന്നും, ഇങ്ങനെ പ്രസ്ഥാനങ്ങളായി സമൂഹം ഇസ്ലാം സൊസൈറ്റി ഭിന്നിക്കുമ്പോൾ നന്മയിലൂടെയും മുന്നേറി സ്വർഗത്തിലെത്താൻ എന്ത് മാർഗം അവലംബിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനായിരുന്നു. അവിടുന്ന് സുതാര്യമായ രീതിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ. എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ താരസമാനരാകുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ, അവർ നന്മയിൽ ജീവിക്കുന്നവരാണ്, അവരുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അലൈക്കും ബി സുന്നത്തി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസ്ഹാബി കന്നുജൂം, എന്റെ കൂട്ടുകാർ താരസമാനരാകുന്നു. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, നിങ്ങൾ അവരിൽ ആരോട് പിന്തുടർന്നാലും നിങ്ങൾ നന്മ പ്രാപിക്കും. സാബത്തിന്റെ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅളു അലൈഹ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. മുൻപല്ല് കൊണ്ടൊക്കെ പിടിച്ചാൽ ഫലം കുറവായിരിക്കും. അതുകൊണ്ട് അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. ഒന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സമൂഹത്തിന്റെ ഭിന്നതകളെ കുറിച്ച് അവിടുന്ന് പറയുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട അനുയായികൾ ചോദിക്കുന്നുണ്ട്, അവരിൽ ആരാണ് സ്വർഗ്ഗക്കാർ?
എല്ലാ വിഭാഗവും നരകത്തിലാകും, ഒരു വിഭാഗം ഒഴികെ എന്ന് പറഞ്ഞ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ജ്ഞാനത്തോട് വലിയ താല്പര്യമുള്ള സഹാബ കിറാം ചോദിച്ചു, ആരായിരിക്കും അവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് രണ്ട് വിധത്തിൽ അതിന് ഉത്തരം റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അവരുടെ പേരെന്നെ പറഞ്ഞു, മറ്റൊന്ന് അവരുടെ വിശേഷണം പറഞ്ഞു. വിശേഷണം പറയുന്ന പ്രസിദ്ധമായ ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് 73 വിഭാഗത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നവർ മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു രീതിയെ പഠിപ്പിച്ചു തന്നോ അത് പിന്തുടരുന്നവരാകുന്നതാണ്. ഞാനും എൻ്റെ സഹാബികളും. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജ്ഞാനസാഗരം സമൂഹത്തിലേക്ക് ഒഴുകിയത് ഈ സഹാബികൾ വഴിയാണ്. പിൽക്കാലത്തേക്ക് അത് കടന്നു വന്നത് ഈ സഹാബികൾ മുഖേനയാണ്. അവരെ ഒഴിവാക്കിയിട്ട് പരിശുദ്ധ ദീനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ സഹാബികളും ഏതൊന്നിൽ നിലകൊള്ളുന്നുവോ അതിനെ പിന്തുടരുന്നവർ സ്വർഗത്തിൽ പോകും. ഇതവരുടെ ഒരു വിശേഷണം. മറ്റൊരു ഹദീസിൽ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പേരെന്നെ പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. എന്താ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നൊക്കെ പറഞ്ഞാൽ? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിന്തുടരുന്നവർ അഹ്ലുസ് സുന്ന, സുന്നത്തിന്റെ ആളുകൾ. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ദീനിനെ നേരിട്ട് ആവാഹിച്ച, ഒപ്പിയെടുത്ത സഹാബത്ത് എന്ന സംഘം, വിശുദ്ധ സംഘം. അപ്പോ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഇവിടെ വെച്ച് എല്ലാ അവാന്തര വിഭാഗങ്ങളെയും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഷിയാക്കളെയും